ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. നവരാത്രിക്കാലമാണ്. നമുക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൗന്ദര്യലഹരി സ്തോത്രം 17. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിർവശിന്യാദ്യാഭിസ്ത്വം സഹജനനി സഞ്ജിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർവചോഭിർവാഗ്ദേവി വദനകമലാമോദമധുരൈഃ. പദച്ഛേദം ചെയ്യാം. സവിത്രീഭിഃ വാചാം ശശിമണിശിലാഭംഗരുചിഭിഃ വശിന്യാദിഭിः ത്വം സഹ ജനനി സഞ്ചിന്തയതി യഃ സ കർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിः വചോഭിः വാഗ്ദേവി വദനകമലാമോദ മധുരൈഃ. പദ അർത്ഥം പറയാം. ഹേ ജനനി, അല്ലയോ മാതാവേ, വാചാം വാക്കുകളുടെ, സവിത്രീഭിഃ ജനനികളായി, ശശിമണിശിലാഭംഗരുചിഭിഃ ചന്ദ്രകാന്തക്കല്ലിൻ്റെ ഖണ്ഡം പോലെ ശുഭ്രവർണ്ണകളായിരിക്കുന്ന, വശിന്യാദിഭിഃ സഹ വശിനി തുടങ്ങിയ വാഗ്ദേവതമാരോട് കൂടി, ത്വാം അങ്ങ് ഭഗവതി നിന്തിരുവടിയെ, യഹ യാവനൊരുത്തൻ, സഞ്ചിന്തയതി നല്ലപോലെ ധ്യാനിക്കുന്നുവോ, സഹ അവൻ, മഹതാം മഹത്തുക്കളായ കവിശ്രേഷ്ഠന്മാരുടെ, ഭംഗിരുചിഭിഃ രചനാരീതിയുടെ രുചിയുള്ളവനായി, വാഗ്ദേവി വദന കമലാമോദമധുരൈഃ സരസ്വതീദേവിയുടെ വദനാരവിന്ദ സൗരഭ്യത്താൽ മനോഹരങ്ങളായിരിക്കുന്ന, വചോഭി വാക്കുകളാൽ, കാവ്യാനാം കാവ്യങ്ങളുടെ കർത്താവായിട്ട് നിർമ്മാതാവായി ഭവിക്കുന്നു എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അതായത് വാഗ്ദേവിയെ നമ്മൾ ധ്യാനിച്ചാൽ സരസ്വതി കടാക്ഷം ഉണ്ടാവും. വശിനി മുതൽ 8 ദേവതമാരെ വാഗ്ദേവി സ്വരൂപിണിയായി ബന്ധപ്പെടുന്നതാണ്. ആ 8 ദേവതമാരുടെ സാന്നിധ്യം ഉണ്ടാകും. അവയെ സരസ്വതി ദേവിയെ ഭജിച്ചാൽ, ധ്യാനിച്ചാൽ, അപ്പോൾ അവിടെ ആ വദനാരവിന്ദ സൗരഭ്യത്താൽ, വദനം മുഖത്തിൻ്റെ അരവിന്ദ സൗരഭ്യത്താൽ, അരവിന്ദം താമരയാകുന്ന മുഖത്തിൻ്റെ മനോഹരങ്ങളായിരിക്കുന്ന വാചോഭി വാക്കുകളാൽ നമ്മുടെ കാവ്യങ്ങളുടെ കർത്താവായി നമ്മൾ ഭവിക്കുന്നു എന്ന് പറയുന്ന ധ്യാനിക്കുന്നവർക്ക്. വശിന്യാദി ദേവികൾ പറഞ്ഞാൽ വശിന്യാദി അഷ്ടകം, അതായത് 8 ദേവിമാർ. വശിനി, കാമേശ്വരി, മോദിനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗളിനി, ഇവരാണ് 8 ദേവതമാർ. എന്നിവരാകുന്ന അവരോട് കൂടിയ അങ്ങേ, ജനനിയെ, മാതാവിനെ ആയ ഭഗവതിയെ നല്ലവണ്ണം ചിന്തിച്ച് ധ്യാനിച്ചാൽ, ഏതൊരുവനാണ് അങ്ങനെ ധ്യാനിക്കുന്നത് അവരെ ഭഗവതിയുടെ പ്രസാദത്താൽ അതായത് പ്രബന്ധങ്ങൾ, കാവ്യങ്ങളൊക്കെ രചിക്കാനുള്ള പ്രാപ്തി അവരിൽ വന്നു ചേരും എന്ന് പറയുന്നു. കാളിദാസൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. കാളി ഭഗവതിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഭഗവതിയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടാണ് കാളിദാസൻ ശാകുന്തളം, രഘുവംശം എന്നിവയൊക്കെ എഴുതിയിട്ടുള്ളത്. നമ്മൾക്കതിൻ്റെ സാരം കാണാം. ഹേ ലോകമാതാവേ,
ചന്ദ്രകാന്തക്കല്ലിൻ്റെ ഖണ്ഡം പോലെ അതായത് ചന്ദ്രകാന്തക്കല്ലുപോലെ അത്യന്തം ധവളകാന്തിയോടുകൂടിയവരും വാക്കുകളുടെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്നവരുമായ വശിന്യാദി വാഗ്ദേവതകളോടുകൂടെ നിന്തിരുവടിയെ യാതൊരുത്തൻ നല്ലവണ്ണം ധ്യാനിക്കുന്നുവോ ആ ഉപാസകൻ മഹത്തുക്കളായ കവിശ്രേഷ്ഠന്മാരുടെ രചനാരീതി പോലെ രുചിക്കുന്നവയും വാണീ ഭഗവതിയുടെ വദനാരവിന്ദ പരിമളത്താൽ മനോഹരങ്ങളുമായ വാക്കുകളെ കൊണ്ട് കാവ്യത്തെ നിർമ്മിക്കുന്നവനായിത്തീരുന്നു എന്ന് സാരം. അപ്പോൾ ഭഗവതിയെ, സരസ്വതീ ദേവിയെ, ഈ ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് കാവ്യരചനക്കും മറ്റും കാവ്യരചന, പ്രബന്ധരചന ഇങ്ങനെയുള്ള വാഗ്ദേവത വിലാസങ്ങൾ ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു. ഹരി ഓം. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും എല്ലാ വാഗ്വിലാസങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് നവരാത്രി കാലമായതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം തത്സത്. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.